കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് വൺ, നമ്മൾ പെറ്റു വളർത്തിയതിന്റെ കണക്കുകൾ അവരുടെ അടുത്ത് പറയാതിരിക്കാം. അവരെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണത്. രണ്ട്, തൊട്ടത്തിനും പിടിച്ചതിനുമൊക്കെ അഡ്വൈസുമായിട്ട് പിന്നാലെ ചെല്ലാതിരിക്കാം. മൂന്നാമത്തെ കാര്യം, അവർ നമ്മുടെ അടുത്ത് ഒരു പ്രണയം പറയുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കാം. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ പെൺകുട്ടിക്ക് ആൺകുട്ടികളോടോ ഇഷ്ടം തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം. അപ്പൊ അതൊന്നും മനസ്സിലാക്കി അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ക്ഷമ കാണിക്കാം. നാലാമത്തെ ഒരു കാര്യം, നീ എൻ്റെ വയറ്റിൽ ജനിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നിന്നെ ജനിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു കാരണവശാലും ഒരു മക്കളുടെ മുഖത്ത് നോക്കി പാരൻസ് പറയാനായിട്ട് പറ്റില്ല. ആ വാക്കുകൾ അവരുടെ മരണം വരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ നമ്മളോട് ഷൗട്ട് ചെയ്യുന്ന സമയത്തോ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത്. അവരൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവില്ല, നീ എൻ്റെ ഏജിലെത്തുമ്പോൾ നിനക്കത് മനസ്സിലാവും, പക്ഷെ നിനക്ക് അതൊരിക്കലും തിരുത്താനാവില്ല എന്ന് നമ്മുടെ പാരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ മക്കളുടെ അടുത്ത് ആ ഒരു അഡോളസൻസ് ടൈമിൽ നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്ന ഒരു പ്രായമല്ല. അവർക്കത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അഡോളസൻസിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും.